ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മധ്യവയസ്കനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പുനലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് സമഗ്രമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും. സ്റ്റാബ് ഇഞ്ചുറി ആണ് മരണകാരണമായിട്ട് മനസ്സിലായത്. പുനലൂർ മുക്കടവ് ആളുകേറാമല കൊലപാതകം പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതശരീരം. താഴിന്റെ താക്കോൽ പോലീസ് ഇന്ന് കണ്ടെടുത്തു. കൊല്ലപ്പെട്ട ആളെ കണ്ടെത്തുവാനായി പോലീസ് സംഘം അന്യ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം മൃതശരീരം കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് നടത്തിയ തിരച്ചിലിൽ ചങ്ങല പൂട്ടിയിരുന്ന താക്കോൽ കണ്ടെത്തിയത്. രാവിലെ 10 മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള 20ഓളം പേരടങ്ങുന്ന പോലീസ് സംഘം മൃതശരീരം കിടന്നതിനടുത്ത് തിരച്ചിൽ നടത്തിയിരുന്നതിന്റെ ബാക്കി ഭാഗത്തെ കാട് വെട്ടിത്തെളിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. ഇവിടെ നിന്നുമാണ് താക്കോൽ കണ്ടെത്തിയത്. മൃതശരീരം കണ്ട് 35 ദിവസത്തിന് ശേഷം പോലീസിൽ ലഭിച്ച നിർണായക തെളിവ് അന്വേഷണത്തിന് കൂടുതൽ ഊർജം പകർന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 23-ാം തീയതിയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ മൃതശരീരം കണ്ടെത്തിയത്. വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതശരീരം. വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീ വെച്ച് മുഖം വികൃതമാക്കിയിരുന്നു. മൃതശരീരത്തിന് അടുത്ത് നിന്നും കീറിയ നിലയിലൊരു ബാഗും അതിലൊരു മിഠായിയും കുറച്ച് നാണയത്തൊട്ടുകൾ, ഒഴിഞ്ഞ കന്നാസ്, കുപ്പി, കത്രിക എന്നിവ കണ്ടെടുത്തിരുന്നു. സ്ത്രീയോ പുരുഷനോ എന്ന് അറിയാത്ത നിലയിലായിരുന്നു ആദ്യം മൃതദേഹം കാണപ്പെട്ടത്. പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 40-നും 50-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള മൃതശരീരം ആണെന്നും ഇടതുകാലിന് സ്വാധീനം ഇല്ലാത്ത ആളാണെന്നും മൃതശരീരത്തിന് ഏകദേശം 1.5 ആഴ്ചയോളം പഴക്കമുണ്ടെന്നും മനസ്സിലാക്കി. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് തുടങ്ങിയ എല്ലാ സംഘങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തി. കൊട്ടാരക്കര റൂറൽ SP സ്ഥലം സന്ദർശിക്കുകയും കൊല്ലൂർ DYSPയുടെ നേതൃത്വത്തിൽ 20 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം തുടർന്നു വരികയുമായിരുന്നു. മൃതശരീരം കണ്ടെത്തി 10 ദിവസം പിന്നിട്ടപ്പോൾ ദക്ഷിണ മേഖല DIG സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. പോലീസിന് ലഭിച്ച ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്യ സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 20 അംഗ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന CI, SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടു എന്ന ഘട്ടത്തിലാണ് നിർണായക തെളിവ് ലഭിച്ചതായി പോലീസ് പറയുന്നത്.